നമ്മൾ കുട്ടികൾക്കെല്ലാം തന്നെ ഓഫ്ലൈൻ പഠന സംവിധാനത്തിലേക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരേണ്ടതാണ്. കുട്ടികളും തന്നെ ഫോൺ ഉപയോഗം കൂടുന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ 10 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ 10 സബ്ജക്റ്റിനും ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ഫോണിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കാനുള്ള യാതൊരു അവസരവും ഈ കുട്ടികൾക്കില്ല. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുൾപ്പെടെയുള്ള നോട്ട് ഇനി മുതൽ അധ്യാപകർ വാട്സപ്പ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി നൽകരുതെന്ന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേരളക്കരയൊന്നാകെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ പഠനം ഒരു ചോദ്യചിഹ്നമായി നിന്ന സാഹചര്യത്തിലാണ് ഓൺലൈൻ പഠന സംവിധാനത്തിലേക്ക് കടന്നത്. എന്നാൽ കോവിഡ് വ്യാപ്തി അവസാനിച്ചതിനു ശേഷവും വിദ്യാർത്ഥികളുടെ നോട്ട്സും മറ്റും വാട്സാപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർന്നും വന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള നോട്ട്സ് ഉൾപ്പെടെയുള്ളവ ഇനി മുതൽ അധ്യാപകർ ഓൺലൈനായി നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന സർക്കുലർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷന് ലഭിച്ച പരാതിയിലാണ് ഹയർ സെക്കൻഡറി അക്കാദമി ജോയിന്റ് ഡയറക്ടർ സർക്കുലർ ഇറക്കിയത്. സർക്കുലറിനെ സ്വാഗതം ചെയ്യുകയാണെന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പെരിന്തൽമണ്ണ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ CM ലത പറഞ്ഞു. നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടരുത് എന്ന ഒരു വാഗ്ദാനത്തോടു കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ നമുക്ക് ഓൺലൈൻ പഠന സംവിധാനങ്ങൾ വഴിയാണ് നമുക്ക് വിവരങ്ങൾ ഷെയർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കോവിഡിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടി നമ്മൾ ഓഫ്ലൈൻ പഠനത്തിലേക്ക് വന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ വാട്സപ്പ് വഴിയോ മറ്റ് നൂതന സാങ്കേതിക വിദ്യകൾ വഴിയോ നോട്ടുകളോ മറ്റ് വീഡിയോകളോ ഒക്കെ കുട്ടികളിലേക്ക് എത്തിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ 23/9/24 ഇറങ്ങിയ സർക്കുലർ പ്രകാരം നിരോധിച്ച സാഹചര്യത്തിൽ ഇനി അത് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇനി നമ്മൾ കുട്ടികൾക്കെല്ലാം തന്നെ ഓഫ്ലൈൻ പഠന സംവിധാനത്തിലേക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരേണ്ടതാണ്. കുട്ടികളും തന്നെ ഫോൺ ഉപയോഗം കൂടുന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസുകൾ ഉപകാരപ്രദമായിരുന്നെങ്കിലും പിന്നീട് അത് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് കടന്നുപോയത്. ഇതുമൂലം കുട്ടികളുടെ മൊബൈൽ ഉപയോഗം വർദ്ധിക്കുകയും രക്ഷിതാക്കൾക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. നോട്ട്സ് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുമ്പോൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന് അധിക ചിലവ് വരുന്നതായി ആരോപിച്ചാണ് രക്ഷിതാക്കൾ ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് വളരെ നല്ലതാണെന്നും കുട്ടികൾ കൂടുതൽ സമയം പാഠപുസ്തകങ്ങളുമായി ഇടപഴകുന്നതിന് ഈ ഉത്തരവിലൂടെ സാധ്യമാകുമെന്നും രക്ഷിതാക്കൾ പറയുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ഒരു സർക്കുലർ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കൊറോണ സമയത്ത് നമുക്ക് ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. കുട്ടികളൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ടീച്ചേഴ്സ് സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമായിരുന്നു. പക്ഷേങ്കിൽ അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും എല്ലാ സ്കൂളുകളും ഇതേ ഒരു സമ്പ്രദായമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ കുട്ടികൾ പഠിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരുന്നാലും കുട്ടികൾ ഈ പഠനം എന്ന ഒരു കാര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഫോണിൽ യൂട്യൂബും കാര്യങ്ങളും ഫേസ്ബുക്കും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ അവർക്ക് പഠനത്തിനോട് താല്പര്യമില്ലാതിരിക്കുക. അവരുടെ മെൻ്റൽ പ്രോബ്ലംസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുക. കുട്ടികൾക്ക് വീട്ടിൽ ആരോടും അറ്റാച്ച്മെൻ്റ് ഇല്ല, ക്വസ്റ്റ്യൻസ് ഇല്ല, ഇതിനെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യങ്ങളില്ല. അപ്പോൾ ബുക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക്. അപ്പോൾ കളിക്കണമെന്നോ അങ്ങനെ പോകണമെന്നോ വരണമെന്നോ അങ്ങനത്തെ യാതൊരു ബന്ധമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഈ ഒരു സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നത് നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്കൂളിൽ 10 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ 10 സബ്ജക്റ്റിനും ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ഫോണിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കാനുള്ള യാതൊരു അവസരവും ഈ കുട്ടികൾക്കില്ല. അപ്പോൾ 24 മണിക്കൂറും ഈ ഫോണിൻ്റെ അഡിക്റ്റായിട്ട് ഈ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗമായി അതിൻ്റെ ഒരു കാരണം കൊണ്ട് ഈ ഒരു സർക്കുലർ എത്രയും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോവിഡ് കാലത്ത് സ്കൂളുകൾ അടഞ്ഞുകിടന്നതിനാൽ ഓൺലൈൻ പഠനം പ്രോത്സാഹിപ്പിച്ചെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഓൺലൈൻ പഠനത്തിന് പ്രാധാന്യമില്ല. നേരിട്ടുള്ള പഠനാനുഭവം ഇല്ലാതാക്കുന്ന ഈ കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് കാലിക പ്രസക്തിയേറിയതാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ.
35 years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.